ശ്രീനുമോൾ സ്കൂൾ വാനിൽ നിന്നും ഇറങ്ങി ക്ഷീണിച്ച് വീട്ടിലേക്കു കയറി വന്നു. പൂമുഖത്ത് ആരുമില്ല. വാതിൽ തുറന്നിട്ടിരിക്കുന്നു. അവൾ യൂണിഫോം ഒക്കെ മാറ്റി നേരെ ഗസ്റ്റ് റൂമിലേക്ക് വന്നു. സോഫയിലിരുന്ന് റിമോട്ട് എടുത്ത് അവൾ TV ഓൺ ചെയ്തു. അച്ഛന്റെയും അമ്മേന്റെയും ശബ്ദം അടുക്കളയിൽ നിന്നും കേൾക്കുന്നുണ്ട്. പെട്ടെന്നാണ് കറണ്ട് പോയത്. TV മിന്നിക്കെട്ടു. അവൾക്ക് ദേഷ്യം വന്നു. അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. അമ്മ പച്ചക്കറി മുറിച്ചിടുകയാണ്. അച്ഛൻ സ്റ്റൗവിൽ വെച്ച പാത്രത്തിൽ സ്പൂണ് കൊണ്ട് എന്തോ ഇളക്കുകയും ചെയ്യുന്നുണ്ട്. മോൾ വന്നോ? പച്ചക്കറി മുറിച്ചിടുന്ന ഇടയിൽ ശ്രദ്ധയെടുക്കാതെ അമ്മ ചോദിച്ചു. ശ്രീനുമോൾ സ്കൂളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചു? കേൾക്കട്ടെ, അച്ഛൻ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. ഫ്രിഡ്ജിന് മുകളിൽ നിന്നും അമ്മയുടെ മൊബൈൽ ഫോൺ എടുക്കാൻ അവൾ ഏന്തി വലിഞ്ഞ് പണിയെടുക്കുകയാണ്. ഇതു കണ്ട് അമ്മ പറഞ്ഞു, അതിന്റെ ബാറ്ററി വീക്കാണ് മോളെ. അവൾ നിരാശയോടെ അച്ഛനെ നോക്കി നിന്നു. മൊബൈൽ ഫോൺ ചോദിച്ചാൽ അച്ഛൻ പറയും, ശ്രീനുമോളുടെ നല്ല കണ്ണല്ലേ, അധികം നേരം ഫോൺ നോക്കിയാൽ ശ്രീനുമോളുടെ നല്ല കണ്ണിന് തകരാറ് വരില്ലേ? ഇനി എന്താ ചെയ്യാ? ഫോണുമില്ല, ടിവിയുമില്ല, ഡോറെ എങ്ങനെ കാണും? മേശപ്പുറത്ത് ഈയിടയ്ക്ക് അച്ഛൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത പുസ്തകം അവൾ അത് കയ്യിലെടുത്തു. ബഹുവർണ്ണ ചിത്രമുള്ള ആ പുസ്തകം ഇതുവരെ അവൾ തുറന്നു നോക്കിയിട്ടില്ലായിരുന്നു. പൂമുഖത്തിരുന്ന് അവൾ പേജുകൾ നിവർത്താൻ തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ ചുറ്റും നിറയെ പൂക്കൾ വന്നു നിറഞ്ഞത്. സുഗന്ധം പരത്തുന്ന പല നിറത്തിലുള്ള പൂക്കൾ. പിന്നെ പൂമ്പാറ്റകളും വണ്ടുകളും കുഞ്ഞു കിളികളും പൂക്കളിൽ നിന്ന് തേൻ കുടിച്ച് നൃത്തം ചെയ്യുകയാണ്. അവൾ അതിൽ ലയിച്ചിരിക്കുകയാണ്. എന്തെന്നില്ലാത്ത സന്തോഷം. അന്നേരമാണ് അകത്തുനിന്നും ടിവിയുടെ കാതടിപ്പിക്കുന്ന ശബ്ദം. കരണ്ട് വന്നതാണ്. അവൾ വേഗത്തിൽ എഴുന്നേറ്റ് പോയി TV ഓഫ് ചെയ്തു. അക്ഷരങ്ങളുടെയും വർണ്ണചിത്രങ്ങളുടെയും ലോകത്തേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു ആ കുഞ്ഞു മനസ്സ്. കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പു കുലുക്കുന്നു.